Okay, good morning students. It is our seventh class, seventh part, and today we are going to discuss some activities. In our last class we discussed about the story. We discussed the story, a snake in the grass. I think you are now familiar with that story. Here in this story we discussed about the menace of or threat of a cobra and how the family get rid of that cobra, that problem, like that. Anyway, there are some questions here for around 9 questions near the here in this text, in the story. It is very simple and you can do it yourself. If you have any doubt you can ask me, or let me read the first question. First question: identify the reference to time, locale, scene and the character in the first part of the story. In the first part means in the first paragraph of the story. You take first paragraph of the story. ആ ഫസ്റ്റ് പാരഗ്രാഫിൽ കഥ നടക്കുന്ന സമയം, സ്ഥലം, കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് എഴുതാലോ. ഫസ്റ്റ് പാർട്ടിൽ ഇപ്പോൾ ഈ കഥ നടക്കുന്ന ടൈം എന്ന് പറയുന്നത് അതിൽ പറയുന്നുണ്ട്. എപ്പോഴാണ്? ആഫ്റ്റർനൂൺ, സണ്ണി ആഫ്റ്റർനൂൺ എന്ന് പറയുന്നുണ്ട്. സോ ടൈം ഈസ് ആഫ്റ്റർനൂൺ or evening, we can write evening. Then locale എന്ന് പറഞ്ഞാൽ സീൻ, സ്ഥലം. സ്ഥലം എവിടെയാണ്? ഒരു സൈക്ലിസ്റ്റ് റാങ് ഹിസ് ബെൽ അറ്റ് ദി ഗേറ്റ് ഫ്രാൻറ്റിക്കലി ആൻഡ് ഷൗട്ടഡ്. അതായത് റോഡാണ് സ്ഥലം അല്ലേ, ഗേറ്റിൻ്റെ മുൻവശം റോഡാണ്. അപ്പോൾ നമുക്ക് സ്ഥലം റോഡ് എന്ന് എഴുതാം. ഇനി ഇതിലെ കഥാപാത്രം ആരെ മാത്രമേ ഉള്ളൂ? സൈക്ലിസ്റ്റ്. അപ്പോൾ ഇറ്റ്സ് വെരി സിമ്പിൾ ടു ആൻസർ. ദി answer is evening and time evening, locale അതായത് സീൻ. ഇവിടെ ഏതാണ് സീൻ? റോഡ് ആൻഡ് ദി ക്യാരക്ടർ സൈക്ലിസ്റ്റ്. ദാറ്റ്സ് ഓൾ. ജസ്റ്റ് ലൈക്ക് ദിസ് read the another question. Why did the cyclist ring the bell and shout? എന്തുകൊണ്ടാണ് സൈക്ലിസ്റ്റ് ബെല്ലടിച്ചുകൊണ്ട് ഒച്ചയിട്ടത്? You know what is the reason? Yeah, he saw a snake entering through the gate. You can answer it like that. You have to answer these questions. Very simple. And if you have any doubt you can ask me or your teacher. Here after doing the 9 questions we have to move to the activity side. Here in our page number 27, take page number 27. Here one activity 1. The major events of the story, a snake in the grass, are given in jumbled order. The major events of the story, a snake in the grass, are given in jumbled order. അതായത് ഈ കഥയിലെ പ്രധാനപ്പെട്ട 1 2 3 4 5 6 7 8 9 10 ഇവൻറ്റ്സ്, 10 സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ഈ കഥയിലെ 10 സംഭവങ്ങൾ അത് എന്ത് ചെയ്തിരിക്കുകയാണ്? ജംബിൾഡ് ഓർഡറിലാണ്. അത് ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അത് ഓർഡർ ആക്കിയിട്ട് നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. 10 അപ്പോൾ ഇവിടെ ആ സീക്വൻസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ്, എ ബിഗ് കോബ്ര എൻറ്റേർഡ് ദി കോമ്പൗണ്ട്, അതാണ് ഫസ്റ്റ് വണ്ണും. ലാസ്റ്റ് വൺ, വെൻ ദേ റിക്കവേർഡ് ഫ്രം ദി ഷോക്ക് ദേ ആസ്ക്ഡ് ഡസ് ഇറ്റ് മീൻ ദർ ആർ 2 snakes ഹിയർ. അതേപോലെ ഇത് മുഴുവൻ എന്ത് ചെയ്യുക? ഇതിൻ്റെ അടിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യുക. അത് ഐ തിങ്ക് യു വിൽ വെരി ഈസി, യു വിൽ ഗെറ്റ് ഇറ്റ് വിൽ ബി വെരി ഈസി ടു ഡു. You do it or try to do it. Okay, if you have any doubt you can ask, we will help you. Okay, here then page number 28
is our second activity. Here there is a conversation between, let's read the activity. Imagine that the mother in the story, a snake in the grass, happens to see the snake again. അതായത് ഈ കഥയിലെ മദർ, അമ്മ വീണ്ടും ആ പാമ്പിനെ കാണാനിടയായി എന്ന് വിചാരിക്കുക. ഷീ റിങ്സ് അപ്പ് ദി സ്നേക്ക് ചാമർ. അവൾ എന്ത് ചെയ്യും? സ്നേക്ക് ചാമറെ എന്ത് ചെയ്യും? ഫോൺ ചെയ്യും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹീ ഈസ് നോട്ട് ദർ. പക്ഷേ നിർഭാഗ്യവശാൽ അവൻ അവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അദ്ദേഹം വീട്ടിലില്ല. ഷീ ഗെറ്റ്സ് ഹിസ് വൈഫ് ഓൺ ദി ഫോൺ, റീഡ് ദി ടെലിഫോണിക് കോൺവെർസേഷൻ. അപ്പോൾ ഭാര്യയായിരിക്കും ഫോൺ എടുക്കുക. ആ കോൺവെർസേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കാം. മദർ: ഹലോ, കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ ശങ്കർ ദി സ്നേക്ക് ചാമർ? അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ വൈഫ്, സ്നേക്ക് ചാമറിൻ്റെ വൈഫ്: സോറി, ഹീ ഈസ് നോട്ട് ഹിയർ. ഐ ആം ഹിസ് വൈഫ്. മേ ഐ നോ ഹൂ ഈസ് സ്പീക്കിംഗ്? മേ ഐ നോ ഹൂ ഈസ് സ്പീക്കിംഗ്? ആരാണ് സംസാരിക്കുന്നതെന്ന് പറയാമോ? ഓ മദർ: ഐ ആം സുധ ഫ്രം മാൽഗുഡി നോർത്ത്. വെൻ വിൽ ഹീ ബി ബാക്ക്? എപ്പോഴാണ് അവൻ തിരിച്ചു വരിക? ഞാൻ സുധയാണ്. വൈഫ്: ആഫ്റ്റർ ആൻ അവർ. വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? ഒരു മണിക്കൂറിന് ശേഷം അവൻ തിരിച്ചു വരും. വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? അവൻ എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യാനുണ്ടോ? അദ്ദേഹം വരുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ മദർ പറയും: യെസ് പ്ലീസ്, വി ആർ ഇൻ എ ഫിയർഫുൾ സിറ്റുവേഷൻ. ഞങ്ങളാകെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. എ സ്നേക്ക് ഹാസ് എൻറ്റേർഡ് അവർ പ്രമിസസ് ആൻഡ് വി ആർ അർജൻറ്റ്ലി ഇൻ നീഡ് ഓഫ് സം ഹെൽപ്പ്. ഒരു പാമ്പ് ഞങ്ങളുടെ പ്രമിസസ്, ഞങ്ങളുടെ കോമ്പൗണ്ടിൽ കയറിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് എന്ത് വേണം? ഹെൽപ്പ് വേണം. പ്ലീസ് ആസ്ക് ഹിം ടു കാൾ മീ ബാക്ക്. പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിക്കാൻ അവനോട് പറയണം. ഇറ്റ് ഈസ് വെരി അർജൻറ്റ്. ഹീ നോസ് മൈ നമ്പർ. അവൻ എൻ്റെ നമ്പർ അറിയാം. വെരി അർജൻറ്റാണ്, വിളിക്കാൻ പറയണം. അപ്പോൾ വൈഫ്: ഷുവർ, ഐ വിൽ ട്രൈ ടു കോൺടാക്ട് ഹിം. ഞാൻ അവനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇഫ് നോട്ട്, ഐ വിൽ ടെൽ ഹിം ആസ് സൂൺ ആസ് ഹീ ഈസ് ബാക്ക്. ഇനി അവനെ കിട്ടിയില്ലെങ്കിൽ, അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, എൻ്റെ ഭർത്താവിനെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവൻ ഇവിടെ എത്തുന്ന സമയത്ത്, അദ്ദേഹം ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞോളാം. അപ്പോൾ മദർ താങ്ക് യു പറയാണ്. ഇതാണ് കോൺവെർസേഷൻ. ഹിയർ നിങ്ങളുടെ ടാസ്ക് ഇതാണ്. ദി വൈഫ് കുഡ് നോട്ട് കോണ്ടാക്ട് ശങ്കർ. ശങ്കറിൻ്റെ ഭാര്യയ്ക്ക് ശങ്കറിനെ, അതായത് സ്നേക്ക് ചാമറെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചില്ല. ദി സ്നേക്ക് ചാമർ, ദി മൊമെൻറ്റ് ഹി റീച്ച്ഡ് ദി ഹൗസ്, ഹിസ് വൈഫ് കൺവേസ് ദി മെസ്സേജ്. അദ്ദേഹം വീട്ടിലെത്തിയ ഉടനെ തന്നെ ഭാര്യ കാര്യം പറഞ്ഞു, ഫോൺ വന്നത് കാര്യം പറഞ്ഞു. ഹി റിങ്സ് ദി മദർ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ അദ്ദേഹം തിരിച്ച് ഈ മദറിന് ഫോൺ ചെയ്യാണ്. പ്രിപ്പയർ ദി ലേക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ അവർ തമ്മിൽ നടക്കാൻ സാധ്യതയുള്ള കോൺവെർസേഷനാണ് നിങ്ങൾ എഴുതേണ്ടത്, ഫോൺ വഴി നടക്കുന്ന ആ കോൺവെർസേഷൻ. You do it. It's a task. You have to do that. You have to do snake charmer, mother. There are 1, 2, 3, 4, 5, 6, 7. Only 3 or 4 exchanges. And you can add more sentences to this. നിങ്ങൾക്കും കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. Okay, anyway, it's very simple. You have to make a conversation between them. Now the context is clear. Okay, then activity 3, given below are a few tongue twisters. താഴെ കുറച്ച് ടങ് ട്വിസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. Take turns to read them aloud. അതെന്ത് ചെയ്യുക? നിങ്ങൾ ഉറക്കെ വായിക്കുക. ടങ് ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നാവ് വഴങ്ങുമോ എന്ന് മലയാളത്തിൽ പറയുന്ന കുറച്ച് ടങ് ട്വിസ്റ്റേഴ്സാണ്. എ ഗുഡ് കുക്ക് കുഡ് കുക്ക് ആസ് മച്ച് കുക്കീസ് ആസ് എ ഗുഡ് കുക്ക് ഗുഡ് കുക്ക് കുക്കീസ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെയുള്ള കുറേ ടങ് ട്വിസ്റ്റേഴ്സ്. ഇറ്റ്സ് ഫോർ എ ഫൺ ഓർ എ വി ഹാവ് ടു ക്ലിയർ അവർ sound or our tongue. Okay, it is the use. Anyway, now collect a few other tongue twisters and say them aloud in the class. Here your task is to collect some more tongue twisters and try to do it, try to read it or try to say it. Okay, here it's a activity, fourth activity. The English club in your school has decided to stage a play based on the story A Snake in the Grass. നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ്
ദി എ സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്ന കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു നാടകം നിങ്ങളുടെ സ്കൂളിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓൺ ദി സ്റ്റോറി. അപ്പോൾ നിങ്ങളോട് അതിനുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു. ഇംഗ്ലീഷ് ക്ലബിന് ആവശ്യമായ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങളാണ്. ക്യാൻ യു കംപ്ലീറ്റ് ഇറ്റ്? അത് ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ സ്വയം എന്ത് ചെയ്യാൻ സാധിക്കണം? ക്യാൻ യു കംപ്ലീറ്റ് ഇറ്റ്? ഈ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ? സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു നാടകത്തിനുണ്ടാവും, സിനിമക്ക് ഉണ്ടാവും, സ്കിറ്റിനൊക്കെ എന്താണ് സ്ക്രിപ്റ്റ് വേണം. സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തിരക്കഥ എന്നൊക്കെ നമുക്ക് പറയാമല്ലോ, അതുമായി ബന്ധപ്പെട്ടതാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ രൂപം എന്നൊക്കെ ഉള്ളതിൻ്റെ മോഡൽ ഇവിടെ തന്നിട്ടുണ്ട്. എ സ്നേക്ക് ഇൻ ദി ഗ്രാസ്, അതാണ് നമ്മുടെ നാടകത്തിൻ്റെ പ്ലേയുടെ പേര്. അതിൽ ആദ്യം നമ്മൾ ക്യാരക്ടേഴ്സ്, അതിൽ വരുന്ന കഥാപാത്രങ്ങളെ നമ്മൾ എഴുതണം. ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് മദർ, 4 sons, നെയ്ബേഴ്സ്, ഓൾഡ് ബെഗർ, സെർവൻറ്റ്, ദാശ. ഓൾ ദി characters are here. Then setting means where the story occurs, എവിടെയാണ് കഥ നടക്കുന്നത്, അതാണ് സെറ്റിംഗ്. അപ്പോൾ ദി കോർട്ട്യാർഡ് ഓഫ് ദി ഹൗസ്, അല്ലേ, വീടിൻ്റെ മുറ്റം, അതാണ് അവിടെ വീടിൻ്റെ മുറ്റമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ പ്ലേസ്, സെറ്റിംഗ്. ഇനി കർട്ടൻ ഉയരുമ്പോൾ, സ്റ്റേജിൽ കർട്ടൻ ഉയരുമ്പോൾ, the courtyard of the house, the mother, her 4 sons and servant Dasha are obviously frightened and are searching for a snake. An old beggar enters. അപ്പോൾ ഇവർ ഈ പാമ്പിനെ തിരയുന്ന ഇവരെല്ലാം കൂടെ ആ പാമ്പിനെ പേടിച്ച് ആ പാമ്പിനെ എന്ത് ചെയ്യാണ്, തിരയുന്ന സീനിലാണ് കർട്ടൻ പൊങ്ങുമ്പോൾ ഉള്ളത്. അപ്പോഴാണ് അവിടേക്ക് ആ വയസ്സായ ആ സ്ത്രീ, ആ ബെഗർ വരുന്നത്. അപ്പോൾ ഓൾഡ് ബെഗർ പറയുന്ന സംഭാഷണം, അതിന് അമ്മ മറുപടി കൊടുക്കുന്നത്, അവർ മറുപടി കൊടുക്കുന്നത്, അങ്ങനെ ആ കഥ അങ്ങനെ നീണ്ടു പോവാണ്. ആ പാമ്പിനെ പിടിക്കുന്നത് വരെയുള്ള സംഭവം നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ, നിങ്ങൾ യു ട്രൈ ടു ഡു ഇറ്റ്. ഓക്കെ, ഹിയർ അവർ 5th activity is to, it's a very simple activity to do this puzzle, to complete the puzzle. താഴേക്ക് ഡൗൺ, അതുപോലെ അക്രോസ് കുറുകെ, ഓക്കെ, കുറേ വേർഡ്സ്. എ ടോൾ യൂസ്ഡ് ഫോർ ഡിഗിങ് ദി സോയിൽ. സെക്കൻഡ് വൺ SPDE, 1 letter is missing. Okay, you have to add it. Some it is the what we say, some equipments used to dig soil or like that. എക്യുപ്മെൻറ്റ്സ് ആണ് ഇവിടെ പ്രധാനമായിട്ടും. പല എക്യുപ്മെൻറ്റ്സ്, പലതും നിങ്ങൾ ഈ കഥയിൽ കണ്ട എക്യുപ്മെൻറ്റ്സ് ആണ്, കാണാത്തതും ഉണ്ടാവും. അപ്പോൾ ഡിക്ഷണറിയുടെ സഹായത്തോടെ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം ഈ പസിൽ. ഇത് സംശയമൊന്നും ഉണ്ടാവില്ല, സംശയമുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. Okay, here we have our activity 6. Here we have to discuss about idioms. It's a usage in English. Idioms, you see, idioms, it is a usage in English. Here page number 30, we can say a column about idioms. A idiom is a group of words whose meaning is different from the meaning of the individual words. അതായത് ഇഡിയം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, ഒരു കൂട്ടം വാക്കുകളാണ്. അവയുടെ മീനിങ്, അവയുടെ ഓരോ വാക്കിൻ്റെ അർത്ഥം വ്യത്യസ്തമായിരിക്കും. പക്ഷേ അവ ഒരുമിച്ച് ചേരുമ്പോൾ മീനിങ് നമ്മൾ ഉദ്ദേശിച്ച മീനിങ് ആയിരിക്കില്ല. ഒരു ഉദാഹരണം, എക്സാമ്പിൾ, ടു ആഡ് ഫ്യൂവൽ ടു ദി ഫയർ. ടു ആഡ് ഫ്യൂവൽ, ആഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൂട്ടുക. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എണ്ണ. ടു ദി ഫയർ, തീയിൽ എണ്ണ ഒഴിക്കുക, അതായത് എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്ന് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അത് ആ ഒരു ഇഡിയമാണിത്. ടു ആഡ് ഫ്യൂവൽ ഇൻ ദി
ഫയർ. അതിൻ്റെ അർത്ഥം എന്താണ്? എരിയുന്ന തീയിൽ, അല്ലെങ്കിൽ തീയിൽ പോയിട്ട് ഇങ്ങനെ എണ്ണ ഒഴിക്കുക എന്നാണോ? അല്ല, അതിന് വേറൊരു മീനിങ് ഉണ്ട്. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വഷളാക്കുക, ഒരു പ്രോബ്ലം കൂടുതൽ സങ്കീർണമാക്കുക. അതിനാണ് ഈ ഇഡിയം നമ്മൾ ഉപയോഗിക്കുക, എരുതിയിൽ എണ്ണ ഒഴിക്കുക. അതേപോലെ ഇവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്, അതിലൊന്ന് രണ്ട് ഇഡിയംസ് വരുന്നുണ്ട്. സ്റ്റോപ്പ് ബീറ്റിംഗ് അബൌട്ട് ദി ബുഷ്. യു സി വാട്ട് ഈസ് സ്റ്റോപ്പ് ബീറ്റിംഗ് അബൌട്ട് ദി ബുഷ്? വളച്ചു കെട്ടി കാര്യം പറയുന്നതിനാണ് സ്റ്റോപ്പ് ബീറ്റിംഗ് അബൌട്ട് ദി ബുഷ് എന്ന് പറയാം. അതുപോലെ ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താ വസ്തുത പോലെ പറയാണ്. എന്താ വളച്ചു കെട്ടി കാര്യം പറയാതെ കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കാൻ പറയാം. അതൊക്കെയാണ് ഇവിടെ. എ കോളം ബി കോളം ഉണ്ട്. അതിൽ എ കോളത്തിൽ വി ഹാവ് സം ഇഡിയംസ്, ബി കോളത്തിൽ അതിൻ്റെ കറക്റ്റ് മീനിങ്ങുമാണ് കൊടുത്തിട്ടുള്ളത്. അത് ബി കോളം മാച്ച് ചെയ്യണം, എ കോളത്തിന് നേരെ ഉള്ളത് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഉദാഹരണം പ്രോസ് ആൻഡ് കോൺസ്. വാട്ട് ഈസ് ദി പ്രോസ് ആൻഡ് കോൺസ്? എന്തായിരിക്കും പ്രോസ് ആൻഡ് കോൺസ്? അത് പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്നുള്ള മീനിങ് ആണ്. ഗുണദോഷങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഇതിലേതായിരിക്കും അതിന് യോജിച്ചത്? ദി ആർഗ്യുമെൻറ്റ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് അല്ലേ? ഒരു വിഷയത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദപ്രതിവാദങ്ങൾ, അതിനാണ് പ്രോസ് ആൻഡ് കോൺസ്. എ ഫെദർ ഇൻ വൺസ് ക്യാപ്പ്, ഒരാളുടെ തൊപ്പിയിലെ തൂവൽ, പൊൻതൂവൽ എന്നൊക്കെ, തൊപ്പിയിലെ പൊൻതൂവൽ എന്നൊക്കെ കേട്ടിട്ടില്ല. അതെന്തായിരിക്കും? an achievement of which one can be proud of. An achievement of which one can be proud of. Then keep one's words. എന്താണ് കീപ്പ് വേർഡ് എന്ന് പറഞ്ഞാൽ വാക്ക് പാലിക്കുക. അപ്പോൾ അതിനെന്തായിരിക്കും? ഡു ആസ് വൺ പ്രോമിസ്, ഒരാൾ പ്രോമിസ് ചെയ്തത് ചെയ്യുക, അതാണ്. ലെറ്റ് ദി കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്, അതൊക്കെ വളരെ വ്യത്യസ്തമാണ്. ലെറ്റ് ദി കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്, പൂച്ചയെ ബാഗിൽ നിന്ന് പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ മീനിങ്? ശരിക്കും അതിൻ്റെ മീനിങ് ഇതാണ്: ദി സീക്രട്ട് ഈസ് നോ ലോങ്ങർ എ സീക്രട്ട്. ഒരു സീക്രട്ടായിരുന്ന സംഭവം ഇപ്പോൾ എല്ലായിടത്തും പാട്ടാണ്, അത് സീക്രട്ടല്ല. അതായത് പൂച്ച പുറത്തിയാടി എന്ന് പറഞ്ഞാൽ സീക്രട്ട് വെളിവായി. ഇതാ ഇപ്പം നിങ്ങൾക്ക് ഇഡിയംസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ ധാരാളം ഇഡിയംസ് ഉണ്ട്. കുറച്ച് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ യു ഹാവ് ടു കളക്ട് ഇറ്റ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിങ് സ്യൂട്ടബിൾ ഇഡിയംസ് ഫ്രം ദോസ് ഗിവൺ എബോ. അപ്പോൾ ഈ താഴെ മുകളിൽ കൊടുത്ത ഇഡിയംസ് നിന്ന് യോജിച്ചത് വെച്ചിട്ട് ഇതെന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ഒരു ഉദാഹരണം: when the thief was questioned, when the thief was questioned, he, തീഫിനെ, അത് കള്ളനെ ചോദ്യം ചെയ്തപ്പോൾ he എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? he let the cat out of the bag ആണോ എന്താണോ ഏതാ വെച്ചാൽ അത് യോജിച്ചത് വെച്ചിട്ട് പലതും, ഇനി ഇതിൽ ഗ്രൂപ്പിലില്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ കംപ്ലീറ്റ് ഇറ്റ്. ഓക്കെ. അവർ എയ്ത്ത് ആക്ടിവിറ്റി, or eighth activity. Next we have to discuss our eighth activity. Read the following sentence from A Snake in the Grass. The college boy murmured. College boy പിറുപിറുത്തു. I wish I had taken the risk and knocked the water pot from Dasha's hat. I wish I had taken the risk. ഈ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്, ഞാൻ ആഗ്രഹിച്ചു പോവാണ്. ഇവിടെ ലുക്ക് അറ്റ് ദി പീപ്പിൾ ബിലോ. വാട്ട് ഡു ദേ വിഷ് ഫോർ? ആളുകൾ എന്താണ് ആളുകളുടെ ആഗ്രഹം എന്ന് നോക്കൂ. ഇപ്പോൾ ഒന്ന്, ഐ വിഷ് ഐ ഹാഡ് വോൺ ദി മാച്ച്. വാട്ട് ഈസ് ദി മീനിങ്? ഐ വിഷ് ഐ ഹാഡ് വോൺ ദി മാച്ച്. ആ മത്സരം ജയിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ വിഷ് ഐ ഹാഡ് വോൺ ദി മാച്ച്. ആ മത്സരം ജയിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ ഹാഡ് ഓൺഡ് എ കാർ. ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ വിഷ് ഐ വർ എ ബേർഡ്. ഒരു പക്ഷിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കംപ്ലീറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസ്. അതേപോലെ നിങ്ങൾക്ക് ഇതൊക്കെ, ഐ വിഷ് ഐ ഹാഡ് എ പെൻ, ഓർ ഐ വിഷ് ഐ ഹാഡ് എ സൂപ്പർ സ്റ്റാർ, ഐ വിഷ് ഐ ഹാഡ് I wish I had a doctor, I wish I had a pilot. Like that we can
we can do like this. I wish. Wish means ആഗ്രഹിക്കുക. I wish I would, I like എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഐ വിഷ് എന്ന ആ ഒരു യൂസേജ് വെച്ചിട്ട് നിങ്ങൾ പരമാവധി സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. വെരി സിമ്പിളാണ്. ഐ വിഷ് ഐ ഹാഡ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ വിഷ് അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഐ വിഷ് കഴിഞ്ഞിട്ട് ഐ ഹാഡും വേണം. ഓക്കെ, ഐ വിഷ് ഐ ഹാഡ്, ഐ വിഷ് ഐ ഹാഡ്, പിന്നെ നിങ്ങൾക്ക് എന്തും ചേർക്കാം, അതിന് യോജിച്ച എന്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഐ വിഷ് ഐ ഹാഡ്, അല്ലെങ്കിൽ ഐ വിഷ് ഐ വേർ, അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഐ വിഷ് ഐ വേർ എ ബേർഡ്, ഇവിടെ കണ്ടല്ലോ, ഐ വിഷ് ഐ വേർ എ ബേർഡ്, ഐ വിഷ് ഐ ഹാഡ് എ ബൈക്ക്. Like that you can add many things like this. Okay, today we can stop our class here. If you have any doubts, you can ask me or you can message me here. We can stop here, and this is our, I think this is our 7th class. In our next class we can discuss the remaining parts. Okay, thank you. Have a nice day.